വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. കൊമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസ് പാഠഭാഗത്തിലെ ആസൂത്രണം അല്ലെങ്കിൽ പ്ലാനിംഗ് എന്നുള്ള ചാപ്റ്ററിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ് സംവദിക്കുന്നത്. ടൈപ്സ് ഓഫ് പ്ലാൻ, വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാനുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പ്ലാനുകളെ രണ്ട് രീതിയിലാണ് നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, രണ്ടാമത്തേത് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. സിംഗിൾ യൂസ് പ്ലാൻസ് ആർ ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം ഈവൻറ്റ് ഓർ എ പ്രോജക്റ്റ്. നമ്മൾ ഒരിക്കൽ മാത്രം ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന പ്ലാനിനെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്. സോ is not likely to be repeated in future. സിംഗിൾ യൂസ് പ്ലാൻ്റെ പ്രത്യേകത they are not likely to be repeated in future. ഭാവിയിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒന്നല്ല. ഒരിക്കൽ നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുകയും ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാൻ അവിടെ അവസാനിക്കുകയും ചെയ്യുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ദീസ് ആർ ഓഫ് നോൺ റിക്കറിങ് സിറ്റുവേഷൻസ്. നോൺ റിക്കറിങ് മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നായിട്ട് വീണ്ടും വീണ്ടും തുടർച്ചയായിട്ട് വരുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതല്ല എന്ത് സിംഗിൾ യൂസ് പ്ലാൻ എന്നുള്ളത്. ബിക്കോസ് സിംഗിൾ യൂസ് ആ പേരിൽ തന്നെയുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻ മീൻസ് ഇസ് ഓൺലി യൂസ്ഡ് ഫോർ എ സിംഗിൾ ടൈം ഓർ സിംഗിൾ പ്രോജക്റ്റ് ഓർ ആൻ ഈവൻറ്റ്. ഏതെങ്കിലും ഒരു പ്രത്യേക ഈവൻറ്റിന് വേണ്ടി പ്രൊജക്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം പ്രോഗ്രാംസ്, ബഡ്ജറ്റ്, പ്രോജക്റ്റ് എക്സെട്ര. പ്രോഗ്രാംസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് നമ്മൾ എടുത്ത് നോക്കാം. ഒരു ബഡ്ജറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ബഡ്ജറ്റ് ആ ഒരു അക്കാഡമിക് ഇയറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലേക്കോ ഉള്ളതായിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു വർഷത്തിലേക്കുള്ള ആ ഒരു ഫിക്സഡ് പീരീഡിലേക്കുള്ള ബഡ്ജറ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബഡ്ജറ്റ് പിന്നീട് നമുക്ക് അതുപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. ആ ബഡ്ജറ്റിൻ്റെ കാലാവധി തീർന്നതോടുകൂടി ആ ബഡ്ജറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെട്ടു. സോ ദാറ്റ് ഇസ് സിംഗിൾ യൂസ് പ്ലാൻ. ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു തവണ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി ഡെവലപ്പ് ചെയ്യുന്ന പ്ലാനുകളെയാണ് സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ആ പേരിൽ തന്നെ നമുക്കറിയാം സ്റ്റാൻഡിംഗ് നിലനിൽക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അവസാനിക്കുന്നതല്ല, കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് മുന്നോട്ട് പോകുന്ന നിലനിൽക്കുന്ന പ്ലാനുകളാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഇത്തരം പ്ലാനുകളുടെ പ്രത്യേകത ദ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. യൂഷ്വലി ഡെവലപ്ഡ് വൺസ് ബട്ട് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. സ്റ്റാൻഡിംഗ് പ്ലാൻ്റെ പ്രത്യേകത ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഒരിക്കൽ മാത്രമാണെങ്കിൽ പോലും ബട്ട് ഈസ് മോഡിഫൈഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ സമയങ്ങളിലും ഒരു പീരീഡ് കഴിഞ്ഞ് അടുത്ത പീരീഡിലേക്ക് പോകുമ്പോൾ ഈ പ്ലാനിനെ തന്നെയാണ് നമ്മൾ ഒരിക്കൽ നിർമ്മിച്ച ഈ പ്ലാൻ തന്നെയാണ് നമ്മൾ ചെറിയ മോഡിഫിക്കേഷനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് വീണ്ടും ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇറ്റ് ഇൻക്ലൂഡ് പോളിസി, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ് ആൻഡ് റൂൾസ്. നമ്മൾ ഒരിക്കലും ഒരു മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മെത്തേഡ് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊരു പോളിസി നമ്മൾ ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു റൂൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റൂള് ഒരാൾക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ തവണയും നമ്മളുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഓരോ തവണയും നമ്മൾ ഓരോ പീരീഡിലും ഓരോ മാസങ്ങളിലും ഓരോ വർഷങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നത് സെയിം പോളിസി, സെയിം റൂൾസ്, സെയിം പ്രൊസീജിയേഴ്സ് ഒക്കെ ആയിരിക്കാം. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം കൊണ്ടുവരികയും ആ റൂൾ അല്ലെങ്കിൽ ആ പോളിസി അവിടെ തന്നെ നിലനിർത്തുകയും ചെയ്യുന്നു. അത്തരം പ്ലാനുകളെയാണ് നമ്മൾ സ്റ്റാൻഡിംഗ് പ്ലാൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ രണ്ട് വിധം പ്ലാനുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻ, മറ്റൊന്ന് സ്റ്റാൻഡിംഗ് പ്ലാൻ. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വ്യത്യസ്ത തരം പ്ലാനുകൾ ഏതൊക്കെയാണ്. അതിൽ ഒന്നാമത്തെ പ്ലാനാണ് ഒബ്ജക്റ്റീവ് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഒബ്ജക്റ്റീവ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഒരു ഓർഗനൈസേഷൻ്റെ എൻഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻഡ് റിസൾട്ടിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എൻഡ് പോയിന്റ് ടുവേർഡ്സ് വിച്ച് ഓൾ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആർ ഡയറക്റ്റഡ്. ഒരു ഓർഗനൈസേഷനിൽ നടപ്പിലാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്തിലേക്കാണോ ഡയറക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുദ്ദേശിച്ചാണോ ഒരു ഓർഗനൈസേഷനിലെ പ്രോഗ്രാമുകൾ, ഒരു ഓർഗനൈസേഷനിലെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്, അത് എത്തിച്ചേരുന്ന ആ അവസാനത്തെ എൻഡ് റിസൾട്ട്, എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദീസ് ആർ ഗോൾസ്, എയിംസ് ഓർ പർപ്പസ് that organization wish to achieve every varying period of time. ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പീരീഡിലും ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പർപ്പസ് എന്താണോ, ഏതിലേക്കാണോ നമ്മൾ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്നത്, ആ എൻഡ് റിസൾട്ടിനെ, എൻഡ് പോയിന്റിനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്ലാൻ, ഒബ്ജക്റ്റീവ്, ദാറ്റ് ഇസ് എ എൻഡ് പോയിന്റ് ടുവേർഡ്സ് വിച്ച് ഓൾ ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസ് ആർ ഡയറക്റ്റഡ്.
Then the second type of plan is strategy. So strategy means a comprehensive plan for accomplishing an organization's objective. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് പ്ലാൻ, വളരെ വിദഗ്ധമായ ഒരു പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്ട്രാറ്റജീസ് ആർ പ്ലാൻസ് മെയ്ഡ് ഇൻ ദി ലൈറ്റ് ഓഫ് പ്ലാൻസ് ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ്. എന്താണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്ലാൻ? ആ പ്ലാൻ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ മറികടന്ന് മറ്റൊരു രീതിയിൽ നമ്മളുടെ ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്ന പദ്ധതികളെയാണ് സ്ട്രാറ്റജി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ്സ് എ സ്ട്രാറ്റജി ഓഫ് എ കമ്പനി ദാറ്റ് 50% ഓഫ്. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സ് ഒരു പക്ഷേ 30% 40% ആയിരിക്കും ഓഫ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റിഡക്ഷൻ കൊടുക്കുന്നത്, പ്രൈസിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാനിന് മറികടക്കാൻ വേണ്ടി, അതിലൂടെ നമ്മളുടെ സെയിൽസ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ അതിനെ മറികടന്ന് മറ്റൊരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇത്തരം പദ്ധതികളെയാണ്, പ്ലാനിനെയാണ് സ്ട്രാറ്റജി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദ തേർഡ് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് പോളിസി. പോളിസി നമുക്കറിയാം, ഇറ്റ്സ് എ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ, തീരുമാനമെടുക്കുന്ന പ്രക്രിയകളിൽ നമ്മളുടെ മുന്നോട്ട് നയിക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ്, ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് നിർവചിച്ച് വെച്ചിട്ടുള്ള ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് പോളിസി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിഫൈൻസ് ദ പാരാമീറ്റേഴ്സ് വിത്തിൻ വിച്ച് ദ മാനേജേഴ്സ് ഷുഡ് ഫംഗ്ഷൻ. ഒരു മാനേജ്മെൻറ്റിന് ഓർഗനൈസേഷനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏത് ലെവൽ വരെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് പോളിസി എന്ന് പറയുന്നത്. സോ ദ അനദർ ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് പ്രൊസീജിയർ. സോ പ്രൊസീജിയർ മീൻസ് സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിംഗ് റെഗുലർ ഈവൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാൻഡിംഗ് പ്ലാനിൽ പെട്ടതാണ് പ്രൊസീജിയർ എന്നുള്ളത്. സോ സ്റ്റാൻഡിംഗ് പ്ലാനിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരിക്കലും നമ്മൾ നിർമ്മിക്കുകയും അത് റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. സോ സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിംഗ് റെഗുലർ ഈവൻറ്റ്സ്, കണ്ടിന്യൂസ് ആയിട്ട് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ അതിന് സിസ്റ്റമാറ്റിക് വേയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം, ഒരു അക്കൗണ്ടിങ് പ്രൊസീജിയർ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അക്കൗണ്ടിങ് പ്രൊസീജിയർ, നമ്മൾ അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്ന ഒരു രീതി, അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ആ ഒരു നമ്മൾ ഏത് രീതിയാണോ ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കോസ്റ്റിങ്ങിൽ നമുക്ക് മെത്തേഡ് കാണാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ നമ്മൾ തുടർച്ചയായിട്ട് ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം സിസ്റ്റമാറ്റിക് വേ ഓഫ് ഹാൻഡ്ലിങ് റെഗുലർ ഈവൻറ്റ്സ്, കൃത്യമായിട്ടും നമ്മൾ റെഗുലറായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഏത് രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത് അത് കൃത്യമായിട്ട് കാണിക്കുന്നതിനെയാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. പ്രൊസീജിയേഴ്സ് ആർ സ്പെസിഫൈഡ് സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു സിറ്റുവേഷനിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യം മുന്നോട്ട് വരുമ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ഏതൊക്കെ സ്റ്റെപ്പിലൂടെയാണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ പാഠഭാഗത്തിൽ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, ദെൻ സെലക്ഷൻ ഓഫ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അത് ഓരോന്നും ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞ് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളെയും ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നിർവചിച്ച് വെക്കുന്നതിനെയാണ് പ്രൊസീജിയർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദെൻ ദ അനദർ ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് മെത്തേഡ്. So prescribed and standard manner in which a task has to be accomplished to attain an objective. നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൃത്യമായിട്ടും ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഏത് രീതിയിൽ എങ്ങനെയാണ് ഇത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ പ്രിസ്ക്രൈബ്ഡ് ആൻഡ് സ്റ്റാൻഡേർഡൈസ്ഡ് മാനർ, കൃത്യമായിട്ടുള്ള ഒരു മാനർ, കൃത്യമായിട്ടുള്ള ഒരു വഴി നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിച്ച് ദാറ്റ് ഹാസ് ടു ബി അക്കംപ്ലിഷ് ടു അറ്റൈൻ ആൻ ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള എൻഡ് റിസൾട്ട്, ഓർഗനൈസേഷൻ്റെ ടോട്ടൽ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവേണ്ട കൃത്യമായിട്ടുള്ള നിർവചിച്ച് വെച്ചിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് വേ, അതിനെയാണ് നമ്മൾ മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. മെത്തേഡ് ഈസ് ഓൺലി വൺ സ്റ്റെപ്പ് ഓഫ് പ്രൊസീജിയർ ആൻഡ് വാരി ഫ്രം ടാസ്ക് ടു ടാസ്ക്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രൊസീജിയറിൽ നമ്മൾ പറയുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്ഷൻസിനെ പ്രൊസീജിയർ എന്ന് പറയും. അപ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് മെത്തേഡ്. ഓരോ സ്റ്റെപ്പ്, ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ദാറ്റ്സ് എ മെത്തേഡ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്നുള്ളത് അനദർ മെത്തേഡ്. സോ ഓരോ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഓരോ സ്റ്റേജിൽ, ഓരോ
സിറ്റുവേഷനിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള, നിർവചിച്ച് വെച്ചിട്ടുള്ളതിനെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് പ്ലാൻ, ദാറ്റ് ഇസ് മെത്തേഡ്. ആൻഡ് ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് റൂൾസ്. നമുക്കറിയാം റൂൾസ് മീൻസ് റിജിഡ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സ്പെസിഫൈ വാട്ട് ഇസ് ടു ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പറ്റാത്തത്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് കൃത്യമായിട്ട് നിർവചിച്ച് വേർതിരിച്ച് വെക്കുന്നതിനെയാണ് റൂൾസ് എന്ന് പറയുന്നത്. അലൗവിങ് നോ ഡിസ്ക്രിഷൻ. ഈ റൂൾസിൻ്റെ പ്രത്യേകത ദർ ഇസ് നോ ഡിസ്ക്രിഷൻ. അതിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ് അല്ല എന്ന് കൃത്യമായി നിർവചിച്ച് വെച്ചാൽ അത് ആക്യുറേറ്റ് ആണ്. ഒരിക്കലും അതിൽ നിന്ന് നമുക്ക് ഡിസ്ക്രിഷൻ അനുവദിക്കുന്നില്ല. സോ റിജിഡ് ആൻഡ് ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, കൃത്യമായിട്ട് നിർവചിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തിനെക്കുറിച്ച്, വാട്ട് ഈസ് ടു ബി ഡൺ ഓർ നോട്ട് ടു ബി ഡൺ, എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എന്താണ് റൈറ്റ് ആയിട്ടുള്ള കാര്യം, എന്താണ് റോങ് ആയിട്ടുള്ള കാര്യം, ഇതിനെ കൃത്യമായിട്ട് നിർവചിച്ച് വേർതിരിച്ച് വെക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് റൂൾസ് എന്നുള്ള പ്ലാനായിട്ട് പറയുന്നത്. സോ റൂൾസ് മീൻസ് സ്പെസിഫിക് റെഗുലേഷൻസ് ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ് ബൈ ദി എംപ്ലോയീസ്. ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് വർക്കിംഗ് ടൈമിലും അതല്ലെങ്കിൽ മറ്റ് സമയങ്ങളിലൊക്കെ കൃത്യമായിട്ടും ഫോളോ ചെയ്യേണ്ട, തീർച്ചയായിട്ടും ഫോളോ ചെയ്യേണ്ട സ്പെസിഫിക് റെഗുലേഷൻസ്, നിയന്ത്രണങ്ങളെയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള rules എന്ന് അറിയപ്പെടുന്നത്. So rules is another important type of plan, and the next type of plan is programs. So programs means detailed statement about a project which outline the objective, policies, procedures, rules, tasks, resources to be employed, etc. നമ്മൾ ഇതുവരെ പറഞ്ഞ പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, ഒബ്ജക്റ്റീവ് ഇതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റ്, ഏത് സ്റ്റെപ്പിലൂടെ പോകണം, ഏത് റൂളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഏത് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഏത് പ്രൊസീജിയറാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ടോട്ടൽ കംപ്ലീറ്റ് പ്രോജക്റ്റ്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് പ്രോജക്റ്റിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഡീറ്റെയിൽഡ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തണം, എന്ത് റൂൾ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് പോളിസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഏത് പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ പോകേണ്ടത്, ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്താണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ഉപയോഗിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ റിസോഴ്സ് ഉപയോഗിക്കാൻ പറ്റും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ആ ഒരു പ്രൊജക്റ്റിനെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ, ദാറ്റ് ഇസ് പ്രോജക്റ്റ്. ദെൻ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ ഈസ് ബഡ്ജറ്റ്. സോ ബഡ്ജറ്റ് മീൻസ് ഇറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ്പെക്റ്റഡ് റിസൾട്ട് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് ദാറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് ബജറ്റ് എന്ന് പറയുന്നത്. സോ പ്ലാൻസ് ഫോർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, സ്റ്റേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. നമുക്ക് അച്ചീവ് ചെയ്യേണ്ട റിസോഴ്സസ്, നമുക്ക് So plan for allocation of resources, states objectives and resources in quantitative terms. നമ്മൾ ഓരോ വർക്കുകൾ, പ്രൊസീജിയർ, മെത്തേഡ് ചെയ്യുമ്പോഴും അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സ് എത്രയാണ് അത് കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ, ന്യൂമറിക്കൽ ടേംസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെയാണ് ബജറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്, സ്റ്റേറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് റിസോഴ്സസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ്. ഒബ്ജക്റ്റീവ് നമ്മൾക്ക് ഒരു മാസത്തിൽ 10 ലക്ഷം രൂപയാണ് നമ്മൾ റിട്ടേൺ ഉദ്ദേശിക്കുന്നത്. ആ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബജറ്റ് എന്ന് വിളിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഓർ ഇൻ ന്യൂമറിക്കൽ ടേംസ്. സോ ഇറ്റ്സ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാൻ is budget. So these are the type of plans: objective, strategies, policies, procedures, methods, rules, programs and budget. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാനുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്ലാനുകളെയൊക്കെ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ്റെ എൻഡ് റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എൻഡ് റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ടും ഇത്തരം ടൈപ്പ് ഓഫ് പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. 2ാം വർഷ ബിസിനസ് സ്റ്റഡീസ് പാഠഭാഗത്തിലെ പ്ലാനിംഗ്, ആസൂത്രണം എന്നുള്ള പാഠഭാഗത്തിലെ ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ള അവസാനത്തെ ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാ കൂട്ടുകാർക്കും ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ള ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പാഠഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.